എന്നാലും നീ എങ്ങനെ അറുത്തു മുറിച്ച് പറഞ്ഞളയണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ തോന്നിയാസനും ഇല്ല അതിലൊക്കെ. പിസ്ക്കെന്ന് മാത്രല്ല നാണവും ഇല്ല. അങ്ങനെ അങ്ങ് ഒഴിച്ചുവിട്ടോണ്ട് ഇനിയിപ്പോ ശല്യം ഉണ്ടാവില്ലല്ലോ. ഏതായാലും മൂപ്പര് വന്നോണ്ട് കോളേജിൽ ആമ്പിളർക്കൊരു നേട്ടമുണ്ടായി. എന്നെ വിളിക്കാൻ ഒരു പേര് കിട്ടി. പേര് ഉറച്ചോ? വിളിച്ചു തുടങ്ങി. എന്താ വിളിക്കണേ? അങ്ങനെ തന്നെയാ? ആ മണ്ണാർത്തോടിയിലെ ജയകൃഷ്ണൻ നിന്നെ ഇന്നലെ കോളേജ് വന്ന് കണ്ടായിരുന്നോ? ഏട്ടനോട് കാര്യം പറഞ്ഞു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ ബ്രദർ വിളിച്ചു പറഞ്ഞു. ഓ, അതിനു മുമ്പ് ന്യൂസ് ആയോ? രാത്രി ഒരു ഇനിയിപ്പോ എന്തൊക്കെയാണാവോ കഥകള്. ശനിയെ പോയി പണി നോക്കാൻ പറഞ്ഞപ്പോ അങ്ങോരാ പോയി. എന്തോ വീട്ടുവർത്താനോ പറഞ്ഞ് പ്രാന്തനെ പോലെ. അത്ര തന്നെ. അവൻ അറിയാതിരിക്കണമല്ലോ നീ എന്റെ അനിയത്തിയാണെന്ന്. ഇനി എന്താ അപ്രോച്ചാ? അയാൾ ഇനി ആ വഴിക്ക് വരില്ല. ശരിക്കും വളറിയിട്ടാ പോയിരിക്കണേ ചങ്കു. മൂപ്പരിപ്പോ വേറെ ഏതെങ്കിലും പെണ്ണിനോട് ഇതേ ഡയലോഗും പറഞ്ഞ് നടക്കുകയായിരിക്കും. ആയിരിക്കില്ല. അവിടെയാ നീ സൂക്ഷിക്കേണ്ടത്. എനിക്ക് ജയകൃഷ്ണൻ എത്ര വർഷമായിട്ട് അറിയുന്നതാ. മൂപ്പരുടെ ഒരു 100 വിക്രികളുടെ കഥകളും എനിക്ക് പറയാൻ പറ്റും. പക്ഷെ എന്റെ അറിവില് ജയകൃഷ്ണൻ ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് നടത്തുന്ന സംഭവം ഇതാദ്യമായിരിക്കും. ശരിക്കും ആദ്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നിന്റെ ഈ എടുത്തടിച്ചുള്ള മറുപടി അയാൾ ആകെ ഒലിച്ചിട്ടുണ്ടാവണം എന്റെ കണക്കൂട്ടലില്. എപ്പോഴൊക്കെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് ഏറ്റവും അടുത്ത ഫ്രണ്ട്സിന് പോലും പറയാൻ പറ്റാത്തൊരു ടൈപ്പാണ് ആ മനുഷ്യൻ. ഒറ്റ ഒരു സ്റ്റെപ്പ് എടുക്കുന്നത് പറഞ്ഞാൽ കഴിഞ്ഞാൻ പൊട്ടിയെന്ന് കണക്കാക്കേണ്ട ഒരു ടൈപ്പ്. ഈ ടൗണിൽ തന്നെ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു അണ്ടർവേൾഡ് ഉണ്ട്, അറിയോ? അതുകൊണ്ടാ പറഞ്ഞേ എന്തെങ്കിലും ഒരു ചെറിയ മൂവ് ഉണ്ടായാൽ പോലും വിവരം എന്നെ അറിയിച്ചോണ്ടെന്ന്. മനസ്സിലായോ? പോയിക്കോളൂ.